ഇത് തന്നെയല്ലേ ആദ്യം പറഞ്ഞിരുന്നത്. എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിച്ചത്? ദൈവം ചിലപ്പം എന്തെങ്കിലും കാര്യം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ജീത്തു ആൻഡ് മീനു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണത്, നമ്മളടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് കുറച്ച് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തോ എന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിസൾട്ടുകളൊക്കെ ഇപ്പോഴും വരുന്നതേ ഉള്ളൂ, ഒന്നും ഇതുവരെ വന്നിട്ടില്ല. വരുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അതൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെയും കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടാണ് കേട്ടോ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കും കൂടെ ഉള്ളായത് കൊണ്ട് കുറേ ടെസ്റ്റുകളൊന്നും നടത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ അവൻ പോകണത്. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ലിസ്റ്റിലേ ഇല്ലാത്ത ഒരു കാര്യമാണ് പ്രഗ്നൻസി. നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല, ഇപ്പോഴേ നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. റിപ്പോർട്ട്സ് വന്നില്ല, അതുപോലെ നമ്മൾ ഫിനാൻഷ്യലി ഓക്കെയോ അല്ല ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കഴിഞ്ഞ പ്രഗ്നൻസിക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു എമൗണ്ട് അല്ല നമുക്ക് ചിലവായിട്ടുണ്ടായിരുന്നത്. അപ്പം അടുത്ത ഒരു പ്രഗ്നൻസിയും അതേപോലെ ആവാണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും എമൗണ്ടൊക്കെ വരും എന്നുള്ളൊരിതുണ്ടായിരുന്നു. നമ്മൾ പ്രഗ്നൻസി ഇതുവരെയും പ്ലാൻ ചെയ്യുന്നില്ല. പിന്നെ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യേണ്ട ഒരു നിവൃത്തികേട് വന്നത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയും മെനഞ്ഞാന്നും എനിക്ക് കുറച്ച് കമൻസ് ആ വീഡിയോയിൽ വന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഒരു സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് എങ്കിലും പക്ഷേ നമ്മുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യമാണത്, ഷെയർ ചെയ്യാം എന്ന രീതിയിൽ. ഇപ്പം ഏത് രീതിയിൽ ആൾക്കാർ ഇത് എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നാലും എൻ്റെ ഒരു രീതിയിൽ ഇപ്പം ഞാനിപ്പം സിംഗിളായിട്ടിരിക്കുന്ന ഒരാളായത് കൊണ്ട് പുറത്തൊന്നും പോകുന്നില്ല. എപ്പോഴും വീട്ടിൽ തന്നെയാണ്, എൻ്റെ റൂമിൽ തന്നെയാണ്. ഞാൻ പുറത്തെങ്ങുമേ ഇതുവരെയും പോയിട്ടില്ല. അപ്പം വീട്ടിലിരിക്കുന്നതുകൊണ്ട് എന്ത് കണ്ടൻറ്റാണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നലെ ഇങ്ങനെ 2-3 കമൻറ്റ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ടോപ്പിക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടില്ല, അപ്പം അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 17 കേട്ടോ. ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചത്. ഞാൻ ഇത് പറയണോ വേണ്ടായോ എന്ന് പോലും ചിന്തിച്ചൊരു കാര്യമല്ല, എന്നാലും ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പം കഴിഞ്ഞ വർഷം ജൂലൈ 17 ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നറിയണത്. പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയണത്. അപ്പോൾ ഇന്ന് ഈ ദിവസം ഇപ്പം ഏകദേശം 11:30 ആ ഒരു ടൈമാണ്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണത്. എനിക്കിപ്പം എൻ്റെ പീരീഡ്സ് ജസ്റ്റ് ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 4 days അത്രയൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അങ്ങനെ പീരീഡ്സ് ഒന്നും ലേറ്റ് ആവുന്ന ആളല്ല, കറക്റ്റ് 20 അതിൻ്റെ അപ്പുറത്തോടൊന്നും പോയിട്ടില്ല ഇതുവരെയും. അപ്പം ആ ഒരു ഇതിന് ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു അതുണ്ടായിരുന്നു. തലേ ദിവസം 16-ാം തീയതി, അതിൽ 17-ാം തീയതി രാവിലെ എനിക്ക് തലേ ദിവസം നീല് പ്രഗ്നൻസിയുടെ കാർഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് വലുതായിട്ടെന്ന് വെച്ചാൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ 2 പേര് കുഞ്ഞായിട്ട് തെളിഞ്ഞു. ദൈവമേ, ഞങ്ങൾ 2 പേരും ഇത് പാതിരാത്രി എന്ന് വെച്ചാൽ ഒരു വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ഉറങ്ങിയില്ല ഞാൻ. പക്ഷെ നിഖിൽ നല്ല പോത്തിറക്കാം, അവൻ നല്ല കോൺഫിഡൻസും ഇതൊന്നും അല്ലാന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അവന് ഞാൻ വിളിച്ച് കാണിച്ചപ്പോൾ പറഞ്ഞിട്ട് അങ്ങനൊന്നുമില്ല, മിസ്റ്റേക്ക് എങ്ങാനോ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവ അതേപോലെ അവിടെ കിടന്നുറങ്ങി. ഞാൻ വെട്ടിരുന്ന് കരയുമായിരുന്നു. അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും, ആരോട് പറയും, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഞാൻ നിൽക്കുന്ന അടുത്ത് രാവിലെ പറഞ്ഞ ഇത് 2 പേരെ കണ്ടിട്ടുണ്ട്, എനിക്ക് പേടിയാവുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ചിലപ്പം ഡേറ്റിൻ്റെ എന്തെങ്കിലും ഇതായിരിക്കും, ചിലപ്പം കാർഡ് മിസ്റ്റേക്ക്, നമുക്ക് ഇന്ന് വൈകിട്ട് ഒന്നും കൂടി വാങ്ങി നോക്കാമെന്ന് പറഞ്ഞു. അല്ല ഇന്ന് വൈകിട്ടല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇരുന്നു. എന്നാൽ ശരി വിട്ടേക്കാമെന്ന് പറഞ്ഞാൽ, പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സാധനം കയറി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ. അങ്ങനെ അത് എന്ന് വെച്ചാൽ കറക്റ്റ് 1-ാം തീയതി ആയിരുന്നു. എന്ന് വെച്ചാൽ ജൂലൈ 17 എന്ന് പറയുമ്പോൾ കർക്കിടക മാസം ബലിയിടുന്ന സംഭവമാണ്. അത് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ ഈ മരിച്ചവർക്കൊക്കെ എന്ത് സദ്യ ഉണ്ടാക്കുന്ന അങ്ങനെ നിങ്ങളുടെ ചടങ്ങുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പുറത്തെ കടയിൽ പോയിട്ട് പായസത്തിൻ്റെ കിറ്റ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഒരു കസിനും കൂടിയാണ് പോയത്.
കസിനും കൂടി പോയിട്ട് വന്ന് എനിക്ക് നടക്കുന്ന സമയത്ത് ഭയങ്കര വയറുവേദന. വയറെന്ന് വെച്ചാൽ എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കരഞ്ഞോണ്ടൊക്കെയുള്ള ഒരു വയറുവേദന ഉണ്ടല്ലോ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് കിടന്ന് ഞാൻ കരഞ്ഞിട്ട് ഞാൻ നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ എനിക്ക് ഭയങ്കര വയറുവേദന, അതേപോലെ എനിക്ക് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ നല്ല രീതിയിൽ വഴക്കൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് വന്നു. കാരണം നമ്മുടെ കല്യാണം കഴിഞ്ഞു, ഫിനാൻഷ്യൽ രണ്ടുപേരും ഓക്കെ അല്ല, അങ്ങനെ രീതിയിലൊക്കെ നല്ല രീതിയിൽ വഴക്ക് വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പുണ്ട് ഇത് അതൊന്നും അല്ല, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളൊരു ഉറപ്പിൽ തന്നെയാണ് പോയത്. അങ്ങനെ നീലും ജോലി സ്ഥലത്ത് നിന്ന് അവിടെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു. നമ്മൾ ആരംഭ ഹോസ്പിറ്റലായിരുന്നു ഒന്ന് കാണിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പ്രഗ്നൻസി ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അല്ലാണ്ട് എന്നെ പീരീഡ്സ് ആയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റും കൂടി ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ കോൺഫിഡൻസ് ഇതൊന്നും അല്ല. അങ്ങനെ ഇവർ ബ്ലഡ് ടെസ്റ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങാണ്ട് കഴിഞ്ഞിട്ട് ഇവരെൻ്റെ ലേബർ റൂമിൽ ആ ഡോക്ടർ ലേബർ റൂമിൽ നിൽക്കായിരുന്നു. അപ്പോൾ അവിടെ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞത് പോസിറ്റീവാണ്. എൻ്റെ കിളി അങ്ങ് പറന്ന്. സത്യം പറഞ്ഞാൽ ഒരു രീതിയിൽ സന്തോഷമില്ലാത്ത ഒരുമാതിരി ദേഷ്യം വരുന്ന സംഭവം ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഞാൻ സന്തോഷിച്ചിട്ടില്ല. കാരണം നമ്മൾ പ്ലാൻ ചെയ്യാത്തൊരു കാര്യം കൊണ്ട് ഒരിക്കലും ഞാൻ സന്തോഷിച്ചിട്ടില്ല. ഞാനെന്താ പൊട്ടിക്കരണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എന്നെ കൊണ്ട് പറ്റൂല. ഒന്നാമത് ഞങ്ങൾ 2 പിള്ളേർ, ഞങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പെട്ടെന്ന് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ദയവായിട്ട് തരുന്നതല്ലേ, നിങ്ങൾ ഇങ്ങനൊന്നും പറയരുത്, ഇപ്പം പൈസ ഇല്ല എന്നുള്ള ഇതൊക്കെയായി. പക്ഷെ എന്നാലും ഇത് ഇനി എത്ര സമയമുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് നല്ല പ്രഗ്നൻസി ആണോ എന്ന് അറിയത്തില്ല, തുടക്ക സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ വന്ന് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അപ്പം നല്ല ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ 2 വീട്ടിലും ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല. ആദ്യം ഞാൻ നിഖിലിനോടാണ് പറഞ്ഞത് നിഖിൽ എന്നെക്കൊണ്ട് പറ്റില്ല, കാരണം നമ്മൾ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഒറ്റ പൈസ ഇല്ല കയ്യിൽ, നമ്മൾ മാനേജ് ചെയ്താൽ പറ്റുന്ന കാര്യങ്ങളല്ല, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം അവസാനം അവസാനം നിഖിൽ സമ്മതിച്ചു നമുക്കത് പറ്റില്ല, എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ നിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാൻ പറഞ്ഞു. നിഖിലിൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അവസാനം അവർ തന്നെ പറഞ്ഞു നിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി അവർ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ബേബിക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല ബേബിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, ഹാർട്ടിനൊക്കെ എല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവർ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണത്, ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കൂ, അല്ലെങ്കിൽ ഇതാക്കുക നല്ല രീതിയിൽ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തെന്ന്. ഞാൻ കുറേ കരഞ്ഞു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, ഒരുപാട് കരഞ്ഞിട്ട് അവർ പറഞ്ഞു അവർ ചെയ്തു തരത്തില്ല, അല്ലെങ്കിൽ അബോർഷനൊന്നും ഞാൻ ചെയ്തു തരത്തില്ല എന്ന് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ തന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്തിനാണ് വെറുതെ മറ്റുള്ളവരെല്ലാവരും ഞാൻ വേദനിപ്പിക്കുകയാണ്, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും മുന്നോട്ടേക്ക് പോയി ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് ഇത്രയും മുന്നോട്ടേക്ക് പോയി. എനിക്കിട്ട് 5-ാം മാസം ഈ പറഞ്ഞ ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് തിരിച്ച് ഇതേ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എല്ലാ കാര്യവും അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതേ കാര്യം തന്നെ അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇത് അബോർഷൻ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഡെലിവറി ചെയ്തെടുത്തേ പറ്റൂ, ഇതും കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നു. അന്ന് ഞാൻ ഏത് രീതിയിലായിരിക്കണം റിയാക്ട് ചെയ്യേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എല്ലായിടത്തും ചോദിച്ചു ഒറ്റ ചോദ്യമുള്ളൂ, ഞാൻ ഇത് തന്നെയല്ലേ ആദ്യം പറഞ്ഞിരുന്നത്? എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിച്ചത്? ദൈവം ചിലപ്പം എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും എന്നെ കൊണ്ട് അന്ന് അങ്ങനെ തോന്നിപ്പിച്ചത്. ഇതിനി തുടക്കത്തിലേ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ പക്ഷെ സത്യം പറഞ്ഞാൽ ഇത്രയും വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. ഇത് 5 മാസം കഴിഞ്ഞ് 2-3 കൂടെ മാസം കഴിയുമ്പോൾ വെളി വരേണ്ട ഒരാളായിരുന്നു. അത് ഇത്രയും നാൾ ഞാൻ കൊണ്ട് നടന്ന് കെയർ ചെയ്ത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മൊത്തവും കഴിയുകയും കുടിക്കുകയും കണ്ട ഗുളികകളും വരുത്തിന്ന് ഇത്രയൊക്കെ ആക്കി വെച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ് ഇത് അബോർഷൻ ചെയ്തെടുത്തേ പറ്റൂ, വേറൊരു വഴിയില്ല എന്ന് പറയണത്. അപ്പം അന്ന് മുതൽ ഞാൻ തീരുമാനിച്ച കാര്യമാണ് എൻ്റെ കാര്യത്തിൽ ഞാനല്ലാണ്ട് വേറൊരാളും ഇനി ഈവൻ നിഖിലാണെങ്കിൽ പോലും എൻ്റെ കാര്യത്തിൽ വേറൊരാളും ഇടപെടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ എനിക്കെപ്പോൾ പ്രഗ്നൻസി വേണം അല്ലെങ്കിൽ എനിക്ക് പ്രഗ്നൻസി വേണ്ടായോ അതൊക്കെ ഇനി മുതൽ ഞാനാണ് തീരുമാനിക്കുന്നത്. അന്നേ ഞാൻ തീരുമാനിച്ച കാര്യമാണ്. കാരണം എല്ലാവരും അന്ന് അത് മുതലും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം വീട്ടുകാർ അല്ലെങ്കിൽ നിഖിൽ അല്ലെങ്കിൽ ആൾക്കാർ എല്ലാം അവരൊക്കെയാണ് ഇത് തീരുമാനിക്കണത്. ഇനി മുതൽ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് പ്രഗ്നൻസി അത് കഴിഞ്ഞല്ലോ, ആ ഒരു
സ്റ്റേജ് എല്ലാം കഴിഞ്ഞിട്ടും ഞാൻ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ തീരുമാനിച്ച കുറേ കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മൾ എന്തിനാണ് വെറുതെ ഇപ്പോൾ വീട്ടുകാരെ ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരെയായാലും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ അത് ഓപ്പണായിട്ട് ഇനി പറഞ്ഞൊരു ഇതാക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഞാനിനി അടുത്തൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെയും ഞാനെന്തെങ്കിലും സ്റ്റേബിളായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓക്കെ ഞങ്ങളൊരു വീടൊക്കെ വെച്ച് ഞങ്ങളുടേതായ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞങ്ങൾ അടുത്തൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത്. കാരണം വേറൊരാളും വന്നിട്ട് ഇത് വേണം അത് വേണ്ട അല്ലെങ്കിൽ അത് ചെയ്യ് ഇത് ചെയ്യ് ആ ഹോസ്പിറ്റലിൽ പോകും ഈ ഹോസ്പിറ്റലിൽ പോകും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഒന്നും ഒരാളും വന്ന് പറയേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്ക് വേണോ വേണം, എനിക്ക് വേണ്ട അല്ലെങ്കിൽ വേണ്ട, അത് എനിക്ക് തീരുമാനിക്കാനുള്ള ഒരു അവകാശമാണ്. ഞാൻ പതുക്കെ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അത് ഞാൻ പഠിച്ചൊരു പാഠമാണ്. കാരണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരാളും കേട്ടില്ല. എന്നിട്ട് അവർക്കത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. ഇനി അതെന്തായാലും ഉണ്ടാവില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ദിവസം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമമാണ്. എൻ്റെ കൂടെ ഇപ്പം എൻ്റെ ചുറ്റുമുള്ള ഇത്രയും ആൾക്കാരിൽ ഒരാൾ പോലും ഇവൻ നിഖില് പോലും ഓർക്കുന്ന ഒരു ദിവസമല്ല ഇന്ന്. ഓർക്കുന്ന ഒരു ദിവസമല്ല. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ജനിച്ച ദിവസം പോലും അവരാരും ഓർക്കത്തില്ലായിരിക്കും. ഞാൻ മാത്രമായിരിക്കും എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനിങ്ങനെ ഓർത്തെത്തിക്കുന്നത്. അതിൻ്റെ എല്ലാം കാരണം ഞാൻ തന്നെയാണ്. അപ്പം എൻ്റെ ചുറ്റുമുള്ളവരാരും ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കത്തില്ല. ഇന്നും ഇതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുന്നത് ഞാനാണ്. അപ്പം ഞാനാണ് കുറച്ചും കൂടി ഇനി ബോൾഡ് ആവേണ്ടത് എന്നുള്ളൊരു ചിന്ത. ഇതെനിക്ക് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളുള്ള ഒരുപാട്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യൂട്യൂബ് ഒന്ന് എടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രഗ്നൻസിയും ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ആദ്യമായിട്ട് ബേബി ഉണ്ടാവുന്നവർക്ക് ഇങ്ങനെ ആവും, ചിലപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസി ആയിരിക്കാം ഇങ്ങനെ, മിക്കുള്ളതും ഇങ്ങനെ തന്നെ. എന്താ കാര്യം എന്നൊന്നും എനിക്കൊരു പിടിയില്ല. ഞങ്ങളുടെ കാര്യം തന്നെ എത്ര ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും എന്താ കാര്യം ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്തൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ പോലും നമ്മുടെ മനസ്സിലെ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമേ അടുത്തത് ഇങ്ങനെ ആകുമോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമോ എന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഫിനാൻഷ്യലി ഓക്കെ അല്ലെങ്കിൽ പോലും ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റുള്ള കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ തന്നെയും എനിക്കിപ്പോൾ എന്താണെന്നറിയത്തില്ല, മറ്റുള്ള കുഞ്ഞുങ്ങളെ എടുക്കുന്നത് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നതൊക്കെ എനിക്കൊരു ഒരു ഡിസ്കംഫോർട്ട് ഫീലാണ്. ഇഷ്ടമില്ല അങ്ങനെയൊന്നുമില്ല, പക്ഷെ എനിക്കെന്തോ ഒരു ഡിസ്കംഫോർട്ട് ഫീലാണ്. അതൊക്കെ പതുക്കെ മാറും അല്ലെങ്കിൽ എനിക്കൊരാൾ വരുമ്പോഴത്തേനും ശരിയാവും എന്നതൊക്കെയാണ് എൻ്റെ ധാരണ. പക്ഷേ എന്നെ അങ്ങനെ മാറ്റിക്കളഞ്ഞു. കുറേ കാര്യങ്ങളിൽ ഞാൻ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് പുതിയ കുഞ്ഞുങ്ങളല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ കാണുമ്പോഴും ഒരു പേടിയാണോ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവമാണ് ഉള്ളിൽ എനിക്ക് വരുന്നത്. ഞാനങ്ങനെ അവരുടെ അടുത്തൊന്നും പോവാറില്ല. ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ വെച്ചാൽ ഞാൻ പോവാറില്ല. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻസിനും ഞാൻ പോകാറില്ല. എനിക്കത് പറ്റത്തില്ല. എന്നെ എല്ലാവരും വിളിക്കുമെങ്കിലും ഞാനത് പോകാറില്ല. ഞാൻ കുഞ്ഞുങ്ങളെ ഒന്നും അങ്ങനെ എടുക്കാറില്ല. ആകെപ്പാടെ ഞാൻ കളിപ്പിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാത്രമായിരിക്കും. അത് ആദ്യം ആരാണെന്ന് ചോദിക്കുന്നവർക്ക് ആദ്യം നമ്മൾ ജിത്തുവിൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ് കേട്ടോ. അവനെ ഞാൻ ചെല്ലുന്ന ആ ടൈം മുതൽ ഞാൻ കണ്ടിട്ടുള്ളതിനും എടുത്തിട്ടുണ്ടായത് കൊണ്ടുമുള്ള അടുപ്പം കൊണ്ടാണ് ഞാൻ എടുക്കണത്. അല്ലെങ്കിൽ ഞാൻ അവനെയും എടുക്കില്ലായിരുന്നു. അത് എനിക്ക് പതുക്കെ ആ ഒരു സ്വഭാവം മാറുമായിരിക്കാം. പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഇതിങ്ങനെ ഇരിക്കണത്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഭയങ്കര ലോങ് ആയിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തു. എൻ്റെ നല്ല ഞങ്ങൾ രണ്ടുപേരുടെ ഒരു കാര്യം ഷെയർ ചെയ്തു. നീല അത്ര ഓക്കെ അല്ല കേട്ടോ. ജോബൊക്കെ കയറി നല്ല പ്രഷർ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസൊന്നും അവൻ ചെയ്യാത്തത്. കാരണം ലീവില്ല, ഒറ്റ ദിവസം പോലും ലീവില്ല. ഫുൾ ഡേ വർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് എടുക്കാനുള്ള ഒരു ടൈമോ കാര്യങ്ങളൊന്നും ആൾക്ക് കിട്ടണില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. ഞാൻ പോവുകയാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ. നമ്മുടെ ചാനലൊക്കെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സംസാരിക്കാനൊന്നും ആരുമില്ല. ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ആരെങ്കിലും ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ സത്യം പറഞ്ഞാൽ ആരുമില്ല, ഞാൻ മാത്രമാണ്. അച്ഛനുണ്ട്, അച്ഛൻ കടയിലുണ്ട്. പക്ഷേ എന്നാലും ഞാൻ മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ആരും സംസാരിക്കാനില്ല, ഷെയർ ചെയ്യാനില്ല, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കണ്ടിന്യൂസ്ലി ഇപ്പോൾ ഓരോ കാര്യങ്ങളനുസരിച്ചെങ്കിലും വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇനി മുതൽ ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്താലോ എന്നുള്ള ഒരു ഇതുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ടാറ്റ.